കിഡ്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ സ്വദേശ് മെഗാ ക്വിസ് ആരംഭിക്കുകയാണെന്ന് എല്ലാ കൂട്ടുകാർക്കും അറിയാമല്ലോ അല്ലേ? സ്വദേശ് മെഗാ ക്വിസ് 2024 സ്കൂൾ തല മത്സരം ജൂലൈ 30 2 മണിക്ക് നടത്തപ്പെടുന്നതാണ്. അപ്പോൾ UP വിഭാഗത്തിനു വേണ്ടിയുള്ള സ്വദേശ് മെഗാ ക്വിസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് UP വിഭാഗത്തിൻ്റെ വിഷയം നോക്കിയാലോ. നാം ചങ്ങല പൊട്ടിച്ച കഥ, സ്വാതന്ത്ര്യ സമര ചരിത്രം, ആനുകാലികം എന്നിവ അടങ്ങുന്നതാണ് നമ്മുടെ സ്വദേശ് മെഗാ ക്വിസ് UP തലത്തിൻ്റെ വിഷയം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നാം ചങ്ങല പൊട്ടിച്ച കഥ ആരുടെ പുസ്തകമാണ്? കെ. തായാട്ട്. എത്ര അനുയായികളുമായാണ് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത്? 79. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഉപ്പിന് നികുതി ചുമത്തിയതിൽ പ്രതിഷേധിച്ച് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത് എന്ന്? 1930 മാർച്ച് 12. ഉപ്പ് സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത് എവിടെ നിന്നാണ്? സബർമതി ആശ്രമത്തിൽ നിന്ന്. എത്ര ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ഗാന്ധിജിയും അനുയായികളും ദണ്ഡി കടപ്പുറത്ത് എത്തിയത്? 24 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഏപ്രിൽ 5. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്. ആരുടെ വാക്കുകളാണിത്? ബാലഗംഗാധര തിലക്. ദണ്ഡി കടപ്പുറത്ത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പുകുറുക്കൽ സമരം ആരംഭിച്ചത് എന്ന്? 1930 ഏപ്രിൽ 6 രാവിലെ 6 മണിക്ക്. ഉപ്പ് എന്തിന്റെ പ്രതീകമാണെന്നാണ് ഗാന്ധിജി പറയുന്നത്? ശക്തിയുടെ. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരായിരുന്നു? ഗാന്ധിജി. ഗാന്ധിജിക്ക് 61 വയസ്സായിരുന്നു. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കെ. കേളപ്പൻ. ഗാന്ധിജിയുടെ കൂടെ ഉപ്പ് സത്യാഗ്രഹ യാത്രയിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആര്? കാന്തിലാൽ. അദ്ദേഹത്തിന്റെ പ്രായം 18 വയസ്സ്. ഗാന്ധിജിയും അനുയായികളും ഉപ്പ് സത്യാഗ്രഹം നടത്തിയത് എവിടെ വെച്ച്? ദണ്ഡി കടപ്പുറത്ത്. കെ. തായാട്ടിന്റെ യഥാർത്ഥ പേര് എന്താണ്? കുഞ്ഞനന്തൻ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി ആര്? കെ. കേളപ്പൻ. അജയ്യതയുടെ പ്രതീകം എന്ന പാഠഭാഗം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? നാം ചങ്ങല പൊട്ടിച്ച കഥ, കെ. തായാട്ട്. ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹ യാത്രയിൽ പങ്കെടുത്ത ഗാന്ധിജിയുടെ കുടുംബത്തിൽ നിന്നുള്ളവർ ആരൊക്കെയാണ്? മകൻ മണിലാൽ, പൗത്രൻ കാന്തിലാൽ. അഹിംസാ വ്രതക്കാരനായ സത്യാഗ്രഹിയുടെ മുഷ്ടിക്കുള്ളിലെ ഒരുപിടി ഉപ്പ് ശക്തിയുടെ പ്രതീകമാണ്. ഉപ്പ് പിടിച്ചിരിക്കുന്ന ഈ മുഷ്ടി തകർത്തേക്കാം, എന്നിരുന്നാലും ഈ ഉപ്പ് വിട്ടുകൊടുക്കുകയില്ല. ആരുടെ വാക്കുകൾ? ഗാന്ധിജിയുടെ. ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയുടെ വരവറിയിച്ചുകൊണ്ട് ഉച്ചഭാഷണിയുമായി മുന്നിൽ നടന്ന സംഘത്തിന് നേതൃത്വം കൊടുത്തത് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. ഉപ്പ് സത്യാഗ്രഹം നടന്നത് എന്നാണ്? 1930 ഏപ്രിൽ 6. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലെമന്റ് ആറ്റ്ലി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഉപ്പ് സത്യാഗ്രഹം സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ഇർവിൻ പ്രഭു. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം? പയ്യന്നൂർ.
സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ നിയമലംഘന പ്രസ്ഥാന സമരം ഉപ്പ് സത്യാഗ്രഹം. ഏപ്രിൽ 6 മുതൽ 13 വരെയുള്ള ദിവസങ്ങൾ അക്കാലത്ത് ദേശീയ ദുഃഖാചരണ വാരമായി ആചരിക്കാറുണ്ടായിരുന്നു. എന്തിനായിരുന്നു ദുഃഖാചരണ വാരമായി ആചരിച്ചത്? ജാലിയൻ വാലാബാഗിലെ ക്രൂരമായ നരഹത്യയെ അനുസ്മരിച്ചുകൊണ്ട്. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്തത് ആര്? ടിപ്പു സുൽത്താൻ. തിരുവിതാംകൂർ ഭരണത്തിൽ ഇടപെട്ടതിനാൽ ബ്രിട്ടീഷുകാരോട് പടപൊരുതിയ ധീരദേശാഭിമാനിയായ ഭരണാധികാരി ആര്? വേലുത്തമ്പി ദളവ. പൊതുനിരത്തുകളിൽ കൂടി താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട സമ്പ്രദായത്തെ വെല്ലുവിളിച്ചുകൊണ്ട് 1893 വില്ലുവണ്ടി സമരം നടത്തിയ നവോത്ഥാന നായകൻ അയ്യങ്കാളി. കേരളത്തിലെ അയിത്താചാര ഫലമായിട്ടുള്ള ജനങ്ങളുടെ യാതനകളെപ്പറ്റി കോൺഗ്രസിന്റെ 1923 കാക്കിനട സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചത് ആര്? ടി കെ മാധവൻ. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉത്തരവ് പ്രഖ്യാപിച്ച വർഷം 1859 ജൂലൈ 26. കയ്യൂർ സമരത്തിൽ സമരത്തെ തുടർന്നുള്ള അക്രമത്തിൽ പുഴയിൽ ചാടി ജീവൻ നഷ്ടമായ പോലീസുകാരന്റെ പേര് സുബ്ബരായൻ. 1930 മാർച്ച് 12 സബർമതിയിൽ നിന്ന് ആരംഭിച്ച ദണ്ഡിയാത്രയിൽ എത്ര മലയാളികളാണ് പങ്കെടുത്തത്? 4 പേർ. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും മടങ്ങിയെത്തിയപ്പോൾ ഗുജറാത്തുകളുടെ സംഘടനയായ ഗുർജൻ മഹാസഭ ഗാന്ധിജിക്ക് ഒരു സ്വീകരണം നൽകി. ബോംബെയിലെ മംഗൾദാസ് ഹൗസിലെ പൂന്തോട്ടത്തിൽ വെച്ച് സംഘടിപ്പിക്കപ്പെട്ട ഈ സ്വീകരണത്തിൽ അധ്യക്ഷനായത് ഗുർജൻ സഭയുടെ അന്നത്തെ അധ്യക്ഷനായിരുന്നു. പിൽക്കാലത്ത് ഗാന്ധിജിയുടെ ജീവിതത്തിൽ ആഴമേറിയ മുറിവുകൾ നൽകിയ ഈ വ്യക്തി ആരായിരുന്നു? മുഹമ്മദ് അലി ജിന്ന. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മലബാറിൽ നടന്ന പ്രധാന സംഭവം ഏത്? കീഴരിയൂർ ബോംബ് കേസ്. ഇനി കിഡ്സ് മലയാളം ടീമിനായിട്ടുള്ള ബോണസ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇന്നത്തെ സ്വദേശ് മെഗാ ക്വിസിന്റെ ബോണസ് ക്വിസിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: രാഷ്ട്രീയ സ്വാതന്ത്ര്യം യാചിച്ചു നേടേണ്ടതല്ല, സമരം ചെയ്യേണ്ടത് എന്നു പറഞ്ഞ നേതാവ് ആരാണ്? അപ്പോൾ ഉത്തരമറിയാവുന്നവർ പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അല്ലേ?